വളരെ ചർച്ചയാക്കിയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഒരുപാട് പേര് ആ ഒരു വീഡിയോ ഏറ്റെടുത്തു. നമ്മുടെ അതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നത് ഞാൻ കാണുകയുണ്ടായി. സാർ, ആ കമൻറ്റ് ഇത്തരത്തിലുള്ളതാണ്. ഒന്ന്, റിസർവേഷൻ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടവർക്ക്, അതായത് റിസർവേഷൻ എന്നൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടവർക്ക് സീറ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥയെക്കുറിച്ച്. റിസർവേഷൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഒരു വലിയ രീതിയിലുള്ള സീറ്റ് നഷ്ടപ്പെട്ടതായിട്ട് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഏത് അലോട്ട്മെൻറ്റും ആവട്ടെ, ഇപ്പോൾ മെഡിക്കൽ എന്നല്ല, ഈ സംവരണമുള്ള ഏത് അലോട്ട്മെൻറ്റുകളും ആവട്ടെ, എവിടെയാണ് ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ഇപ്പോൾ റിസർവേഷനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കും. ഒന്ന് ഓൾ ഇന്ത്യ തലത്തിലുള്ള റിസർവേഷനുകൾ, മറ്റൊന്ന് കേരളത്തിലെ റിസർവേഷനുകൾ. അതിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള റിസർവേഷനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയണം. നമുക്കിതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ, നോൺ ക്രിമിനൽ കിട്ടുമോ, EWS കിട്ടുമോ എന്നുള്ളത് അറിയണം. അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് കോളേജിൽ ഹാജരാക്കുകയും ചെയ്യണം. SC വിഭാഗം എത്തിയപ്പോഴേക്കും ഏതാണ്ട് 2,34,000 വരെയുള്ളവർക്ക് ESIP കോട്ട വഴി, അതുപോലെ ST വിഭാഗത്തിന് ഏതാണ്ട് 6,10,000 വരെയുള്ളവർക്ക് ഈ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടി. ഫീസ് ഘടന എല്ലാവർക്കും തുല്യം തന്നെയായിരുന്നു. ഇനി നമുക്കിവിടെ മറ്റ് ധാരാളം സ്പോർട്സ് കോട്ട പോലുള്ള, അല്ലെങ്കിൽ NCC പോലെയുള്ള ധാരാളം റിസർവേഷനുകളുണ്ട്. അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു റിസർവേഷനാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റും മുസ്ലിം മൈനോറിറ്റി സീറ്റും. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 120ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ ശിവൻ സാർ, നീറ്റ് 2024 അവസാന ഘട്ടത്തിലേക്ക്, ശരിക്കും അതൊരു പരിസമാപ്തിയിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ പൂർണ്ണമായില്ല, ഒരു സ്പെഷ്യൽ സ്ട്രെയിൻ കൂടെ മാത്രം. അത് ഒരു 4-5 സീറ്റുകൾ മാത്രം ഉള്ള ഒരു സ്റ്റേറ്റ് അലോട്ട്മെൻറ്റും 10-20 സീറ്റുകളുള്ള ഒരു ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും കൂടെ നടക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഈ നവംബർ 20 ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, അത് സ്പെഷ്യൽ സ്ട്രേ ആയിട്ടാണ്. അതിന് തൊട്ട് മുമ്പ് നടന്ന അലോട്ട്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനകത്ത് ഓപ്ഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധമില്ല. പക്ഷേ അതിനകത്ത് രജിസ്റ്റർ ചെയ്തതായിരിക്കണം. ഓൾ ഇന്ത്യയുടെ MCC.nic.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. അവർക്ക് സ്പെഷ്യൽ സ്ട്രേയുടെ ഫീസ് അടച്ചുകൊണ്ട് പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാം. അപ്പം ആ വേക്കൻസികൾ മാത്രം കാണിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഓപ്ഷൻ കൊടുക്കുക. ഒരു അലോട്ട്മെൻറ്റും കിട്ടിയതായിരിക്കരുത്. MBBS-ഉം BDS-ഉം, MBBS-ൻ്റെയും BDS-ൻ്റെയും സ്റ്റേറ്റ് റൗണ്ട് വഴിയോ ഓൾ ഇന്ത്യ റൗണ്ട് വഴിയോ ഒരു റൗണ്ടിൽ അഡ്മിഷൻ കിട്ടിയതാവരുത്. രജിസ്റ്റർ ചെയ്തവരും ആയിരിക്കണം. 4ാമത്തെ സ്ട്രേ വേക്കൻസിയിൽ അലോട്ട് ചെയ്യപ്പെട്ടവർ പോലും ആകരുത്. അത് മാത്രമേ നിബന്ധനയുള്ളൂ. അത്രയ്ക്കുള്ള വേക്കൻസിയേ ഉള്ളൂ. സ്റ്റേറ്റിൻ്റെത് ce.kerala.gov.in 25 പബ്ലിഷ് ചെയ്യും. അതിനകത്തും MBBS-ഉം BDS-ഉം ഉണ്ട്. ഈ അലോട്ട്മെൻറ്റ് ഈ അവസാനത്തെ സ്ട്രേയുടെ സ്പെഷ്യൽ സ്ട്രേ പോലും കിട്ടാത്തവർക്ക് അതിനകത്ത് പങ്കെടുക്കാം. അതോടുകൂടി ഡിസംബർ 5 നീറ്റ് 2024 എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാകും. സർ, അതുപോലെ കഴിഞ്ഞ വാരത്തെ നമ്മുടെ എപ്പിസോഡ്, അതായത് 119ാമത് ശിവൻ സാറിനൊപ്പം വളരെ ചർച്ചയാക്കിയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഒരുപാട് പേര് ആ ഒരു വീഡിയോ ഏറ്റെടുത്തു. എനിക്ക് തോന്നുന്നു ഏകദേശം 50,000 അടുത്തേക്ക് എത്തുന്നു അതിൻ്റെ വ്യൂ. അതിൽ നമ്മൾ ഏറ്റവും ആധികാരികമായിട്ട് പരാമർശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ യുവത്വത്തിനെ കുറിച്ചുള്ളൊരു നേർക്കാഴ്ച തന്നെയാണത്. നമ്മുടെ വീഡിയോ അല്ല, ആ ഒരു കണ്ടന്റ് തീർച്ചയായിട്ടും ആ ഒരു ഇന്നത്തെ യുവതലമുറയുടെ ഒരു നേർക്കാഴ്ച തന്നെയാണ്. അത് ഏത് സ്വീകരിക്കണം, ഏത് സ്വീകരിക്കണ്ട എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യവും. സാർ, അപ്പോൾ ജനങ്ങൾ നമ്മുടെ അതിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നത് ഞാൻ കാണുകയുണ്ടായി. സാർ, ആ കമൻറ്റ് ഇത്തരത്തിലുള്ളതാണ്. ഒന്ന്, റിസർവേഷൻ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടവർക്ക്, അതായത് റിസർവേഷൻ എന്നൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെ അർഹതപ്പെട്ടവർക്ക് സീറ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥയെക്കുറിച്ച് ഒരാൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം റിസർവേഷൻ എടുത്ത് കളയണം, മെറിറ്റ് മാത്രമേ ആകാവുള്ളൂ. ഇനി അതല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള സംവരണമാണ് കൊണ്ടുവരേണ്ടത്, കാറ്റഗറികൾ റിസർവേഷൻ വേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു കമൻറ്റുകളും അതിന് ഒരുപാട് പേര് പിന്തുണച്ചു. അത് തന്നെ പിന്തുണയും നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഭരണഘടന, എഴുതപ്പെട്ട ഒരു ഭരണഘടന കീഴിലാണ് ഇത്രയും നല്ല രീതിയിലുള്ളൊരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് നമ്മൾ ഇന്ത്യ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ തുറന്ന ചർച്ചകളും എല്ലാ കാര്യത്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ളതും എല്ലാ സ്വാതന്ത്ര്യവും, അതെല്ലാ അർത്ഥത്തിലും എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ജനാധിപത്യത്തിൻ്റെ ശക്തിയും ഈ ഒരു എഴുതപ്പെട്ട ഭരണഘടനയുടെ ശക്തിയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റെല്ലാ സ്വാതന്ത്ര്യങ്ങളും ലഭിക്കുമ്പോൾ ആ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ
ആ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എഴുതപ്പെട്ടതല്ല. എത്രയോ നാളുകൾ എടുത്തെഴുതിയാണ്, എത്രയോ പ്രാവശ്യം അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ലൊരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. തീർച്ചയായിട്ടും അതങ്ങനെ പ്രത്യേകിച്ചൊരു മുൻവിധിയോടുകൂടിയൊന്നും ആയിരിക്കില്ല തയ്യാറാക്കിയിരിക്കുന്നത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി തന്നെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഭോക്താക്കൾ നമ്മളാകുമ്പം അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും കൂടിയുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. തീർച്ചയായിട്ടും സാമൂഹ്യപരമായിട്ട് പല വിഭാഗങ്ങളും ഒരുപോലെ ആവേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഭരണഘടന നമുക്ക് മുമ്പിൽ വെക്കുന്നത്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുമ്പോൾ അസ്വാഭാവികത തോന്നാമെങ്കിലും ഇന്ത്യയിലെ ഈ ഒരു മേഖലയിൽ മാത്രമല്ല, ഏതൊരു മേഖലയിലും ഏതൊരു അഡ്മിഷൻ പ്രോസസ്സിലും നമുക്ക് ഈ ഒരു കാറ്റഗറി വൈസുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകൾ നമുക്ക് കാണാൻ സാധിക്കും. സംവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേരള മെഡിക്കലിനകത്തും ഓൾ ഇന്ത്യ മെഡിക്കലിനകത്തും JEE-ക്കകത്തും ഏത് അഡ്മിഷൻ പ്രൊസീജിയറിലും അത് നിലനിർത്തിയിട്ടുമുണ്ട്. അത് ആ ഭരണഘടനയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് അതിനെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരർത്ഥത്തിൽ ഒരു കാരണവശാലും കാണരുത്. ആ ഭരണഘടനയ്ക്ക് അനുസരിച്ചല്ല നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഏറ്റവും നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും പല നല്ല ഗുണങ്ങളും നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് ആ ഭരണഘടന എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും അതിനനുസരിച്ചുള്ള എല്ലാ സാധ്യതകളെയും നമ്മൾ ഉൾക്കൊള്ളുകയുമാണ് ചെയ്യേണ്ടത്. അത് ഒരു വശം, അതാണ് അതിൻ്റെ യഥാർത്ഥ വശം. ഇനി മറ്റൊരു വശം, സാറിപ്പം കഴിഞ്ഞ ഒരു 5 വർഷത്തേക്ക് അലോട്ട്മെൻറ്റ് രീതികൾ എടുത്ത് നോക്കുക. റിസർവേഷൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഒരു വലിയ രീതിയിലുള്ള സീറ്റ് നഷ്ടപ്പെട്ടതായിട്ട് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഏത് അലോട്ട്മെൻറ്റും ആവട്ടെ, ഇപ്പം മെഡിക്കൽ എന്നല്ല, ഈ സംവരണമുള്ള ഏത് അലോട്ട്മെൻറ്റുകളും ആവട്ടെ, എവിടെയാണ് ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അത് ഇപ്പം നമുക്ക് ഏത് അലോട്ട്മെൻറ്റിൻ്റെയും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെയോ കേരള അലോട്ട്മെൻറ്റിൻ്റെയോ ഇപ്പം മെഡിക്കൽ വെച്ച് ചിന്തിക്കുമ്പോൾ, നീറ്റ് വെച്ച് ചിന്തിക്കുമ്പോൾ, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റോ കേരള അലോട്ട്മെൻറ്റോ ഏത് അലോട്ട്മെൻറ്റും എടുത്തോളൂ, ഒരു വലിയ വ്യത്യാസം ഒരിക്കലും നമുക്ക് കാണാനില്ല. വളരെ ചെറിയൊരു വ്യത്യാസം, 4-5 മാർക്കിൻ്റെ ഒരു വ്യത്യാസം ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. അതിനപ്പുറത്ത് സംവരണം ഏർപ്പെടുത്തി, റിസർവേഷനുകൾ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സീറ്റുകൾ നഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം, അത് ഭരണഘടനയിൽ പുതിയതായിട്ട് എഴുതി ചേർക്കപ്പെടേണ്ടതൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ആ നിയമവിദഗ്ധർ വളരെയായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. അതുമാത്രം കൊണ്ട് ഒരു സീറ്റിന് ഉള്ള, അതും മറ്റൊരു അടിസ്ഥാനത്തിലുള്ളൊരു സംവരണം തന്നെയല്ലേ. അപ്പോൾ അതുമാത്രം ഒരു അടിസ്ഥാനപ്പെടുത്തി നമുക്കുണ്ടാവണമോ എന്നൊക്കെയുള്ളത് കാലങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നിലവിലുള്ള നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതിനോട് ഏറ്റവും നല്ല നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ അലോട്ട്മെൻറ്റുകളും മുമ്പോട്ട് പോകുന്നത്. അത് മെറിറ്റുള്ളൊരു കുട്ടി ഒരു കാരണവശാലും, അല്ലെങ്കിൽ കുട്ടിയെന്നല്ല രക്ഷിതാക്കളാണെങ്കിൽ ആരാണെങ്കിൽ പോലും അതിനെ മറ്റൊരു രീതിയിൽ കാണുകയോ നമ്മുടെ കുട്ടികളോട് ആ ഒരു രീതിയിൽ സംസാരിക്കുകയോ ചെയ്യരുത്. അത് നാം നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ ഭരണഘടനയോടും ചെയ്യുന്ന ഒരു ലംഘനമാണ്. ലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർവ്വ സ്വാതന്ത്ര്യങ്ങളും സർവ്വ സുഖങ്ങളും ഈ ഒരു ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. അതിൽ തന്നെ അടിയുറച്ച് നിലനിൽക്കേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യവുമാണ്. അപ്പം ആ രീതിയിൽ അതിനെ കാണാവുള്ളൂ എന്നൊരു അഭ്യർത്ഥന മാത്രം നമുക്ക് മുമ്പോട്ടായിട്ട് വെക്കാം. നമുക്കിപ്പം 2024 ലാസ്റ്റ് റാങ്കിലൂടെ ഒന്ന് കണ്ണോടിക്കാം. എവിടെയാണ് വളരെ ചെറിയൊരു മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് സാറിന് അതിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതാണ്. അവരുടെ എല്ലാവരുടെയും ഒരു പരിധി വരെ ആളുകളുടെ ഒരു സംശയമാണ്, ഏതൊക്കെ റിസർവേഷൻസ് ഉണ്ട്, എന്തൊക്കെ റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു ലാസ്റ്റ് റാങ്ക്, സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ലാസ്റ്റ് റാങ്കിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ എത്തി നിൽക്കുന്നതെന്നൊക്കെ ഉള്ളത് അവരുടെ ചിന്തയിൽ പ്രയോറിറ്റി ഉള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ആദ്യം പ്രേക്ഷകരെ പരിചയപ്പെടുത്താം, ഏതൊക്കെ റിസർവേഷൻസ് ഉണ്ട് സാർ? റിസർവേഷനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കും. ഒന്ന് ഓൾ ഇന്ത്യ തലത്തിലുള്ള റിസർവേഷനുകൾ, മറ്റൊന്ന് കേരളത്തിലെ റിസർവേഷനുകൾ. അതിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള റിസർവേഷനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. നീറ്റ് എഴുതുമ്പം നമുക്ക് 2 തരത്തിലുള്ള സീറ്റുകളാണ് ലഭിക്കുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ തലത്തിൽ ലഭിക്കുന്ന സീറ്റുകളും മറ്റൊന്ന് കേരളത്തിൽ ലഭിക്കുന്ന സീറ്റുകളും. അതിൽ ഓൾ ഇന്ത്യ തലത്തിൽ ലഭിക്കുന്ന സീറ്റുകൾക്കകത്ത് 5 റിസർവേഷനാണുള്ളത്. 5 റിസർവേഷനുള്ള 5 കാറ്റഗറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന് അൺറിസർവ്ഡ് കാറ്റഗറി, യാതൊരുവിധ റിസർവേഷനുകളും ലഭിക്കാതെ മെറിറ്റ് മാത്രം നോക്കുന്ന 50% സീറ്റുകൾ.
അൺറിസർവ്ഡ് കാറ്റഗറിക്കകത്ത് എല്ലാവരും വരും. ജനറൽ വിഭാഗം, യാതൊരുവിധ റിസർവേഷൻ ലഭിക്കാത്ത വിഭാഗങ്ങൾ, OBC വിഭാഗങ്ങൾ, എല്ലാ കാറ്റഗറികളും അതിനകത്തുണ്ട്. അവർക്കുള്ളതാണ് 50% സീറ്റുകൾ. മെറിറ്റ് മാത്രമേ നോക്കുകയുള്ളൂ. 27% സംവരണം OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിന്. അതായത് ഈഴവ മുസ്ലിം പോലെയുള്ള OBC വിഭാഗത്തിൽ തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വിഭാഗത്തിനുള്ളതാണ് 27% സംവരണം. EW സംവരണം, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, തഹസീൽദാരിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന EWS സർട്ടിഫിക്കറ്റിനനുസരിച്ചുള്ള 10% സംവരണം. SC വിഭാഗം, ST വിഭാഗം രണ്ടിനും കൂടി 10% സംവരണം. അങ്ങനെയാണ് ആ സംവരണ രീതികൾ. ഇതിനകത്തെല്ലാം PWD വിഭാഗത്തിന്, ഭിന്നശേഷി വിഭാഗത്തിന് ഓരോന്നിലും അതവരുടെ റിസർവേഷൻ്റെ 5% PWD വിഭാഗത്തിനായിട്ട് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് 100% സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഈ കാറ്റഗറിക്കാർക്കകത്ത് നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാറ്റഗറി എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതിയാകും. നമുക്ക് ജൂലൈയിൽ നമുക്ക് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ കോളേജിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഇപ്പം ഇത് രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് ഓൾ ഇന്ത്യ തലത്തിലുള്ള കാറ്റഗറിയെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പറയുന്നത്. ഈ ഓൾ ഇന്ത്യ തലത്തിലുള്ള റിസർവേഷന് അഡ്മിഷൻ സമയത്താണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ സമയത്താണ് നമുക്ക് പലവിധ അലോട്ട്മെൻറ്റുകളിലൂടെ സീറ്റുകൾ കിട്ടുന്നത്. ആ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ സമയത്താണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാറ്റഗറി പറഞ്ഞാൽ മതി. പരീക്ഷ എഴുതുന്നു, റിസൾട്ട് വരുന്നു. റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പറഞ്ഞ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള റാങ്ക് വരുന്നു. ഓൾ ഇന്ത്യ റാങ്കും വരും, കാറ്റഗറി റാങ്കും വരുന്നു. അതിനുശേഷം നമ്മൾ ഓപ്ഷനുകൾ ഫില്ല് ചെയ്യുന്നു. ഓപ്ഷൻ വന്നു കഴിയുമ്പം നമ്മളെ ജനറലായിട്ട് ആദ്യം പരിഗണിക്കും. ജനറലായിട്ട് തരാൻ പറ്റുന്നില്ലെങ്കിൽ റിസർവേഷൻ അനുസരിച്ച് പരിഗണിക്കും. അങ്ങനെ നമുക്ക് സീറ്റുകൾ 4 റൗണ്ടിലും പല ആവർത്തി കിട്ടുന്നു. ആ അലോട്ട്മെൻറ്റ് അനുസരിച്ച് സീറ്റ് കിട്ടിയിട്ട് കോളേജിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഓർമ്മയിലിരിക്കണം. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയണം. നമുക്കിതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ, നോൺ ക്രിമിലെയർ കിട്ടുമോ, EWS കിട്ടുമോ എന്നുള്ളത് അറിയണം. അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് കോളേജിൽ ഹാജരാക്കുകയും ചെയ്യണം. അല്ലാതെ അപ്ലൈ ചെയ്യുന്ന സമയത്തോ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തോ ഒന്നും നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. സാർ, അതുപോലെ നേരത്തെ പറഞ്ഞു വളരെ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ റിസർവേഷൻ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അർഹത കിട്ടിയ കുട്ടികൾക്കുള്ളൂ എന്ന് സാർ പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹിക്കുക, കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടിയിരിക്കുന്ന, റിസർവേഷനിൽ കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് റാങ്കിനെ കുറിച്ചിട്ടാണ്. ഇപ്പം ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കില്ല. അതായത് ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള 380 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകളെയാണ് നമ്മൾ MBBSൻ്റെ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നത്. ഏതാണ്ട് 8000-ഓളം സീറ്റുകളാണ് അങ്ങനെയുള്ളത്. ആ ഓൾ ഇന്ത്യ കോട്ട സീറ്റിനകത്ത് ജനറൽ വിഭാഗത്തിന്, അതായത് അൺറിസർവ്ഡ് കാറ്റഗറിക്ക്, ജനറൽ വിഭാഗം എന്നല്ല പറയുന്നത്, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് മൂന്നാമത്തെ റൗണ്ടിൽ അവസാനം കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് 25,000 ഓൾ ഇന്ത്യ റാങ്കാണ്. അതായത് 652 മാർക്ക്. അൺറിസർവ്ഡ് കാറ്റഗറിയാണ്, മെറിറ്റാണ്, 50% മെറിറ്റ്. മാർക്ക് 652 നീറ്റിന് 2024 കിട്ടിയത്. 25,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്കാണ് അവിടെ MBBS സീറ്റ് കിട്ടിയത്. 27% സംവരണമാണ് OBCക്ക് ലഭിച്ചത്. അവർക്ക് കിട്ടിയത് 25,000 തന്നെയാണ്, 652 മാർക്ക് തന്നെയാണ്. 4-5 റാങ്കിന് വ്യത്യാസമുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 25,050 മറ്റേത് 25,075 പറയാം. അത്രേ വ്യത്യാസമുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. 2023 23,575 ജനറൽ വിഭാഗത്തിനും 23,780 OBC വിഭാഗത്തിനുമായിരുന്നു. അവിടെയും ചെറിയൊരു വ്യത്യാസം മാത്രമേ 2023 ഉണ്ടായിരുന്നു. 2024 652 മാർക്കിനാണ്, 25,000 റാങ്കിനാണ് ജനറൽ വിഭാഗവും OBC വിഭാഗത്തിനും സീറ്റ് അവസാനം ലഭിച്ചിരിക്കുന്നത്. EWS വിഭാഗത്തിന്, തഹസീൽദാരിൽ നിന്ന് കിട്ടുന്ന EWS വിഭാഗത്തിന് 28,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ, 648 മാർക്ക് വരെ, അവിടെ 4 മാർക്കിൻ്റെ ഗുണം കിട്ടി. 28,000 റാങ്ക് വരെയുള്ളവർക്കാണ് EWS അനുസരിച്ച് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഫീസ് എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ MBBSൻ്റെ സീറ്റുകൾ. ഇതിൻ്റെ MBBSൻ്റെ ഫീസ് ഘടന എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 25,000-നടുത്ത്, തമിഴ്നാട്ടിൽ 18,000, കർണാടകത്തിൽ 63,000, മഹാരാഷ്ട്രയിൽ 1,00,000-നടുത്ത് സീറ്റുകൾ. അപ്പം 1,00,000-നടുത്ത് ഫീസ്. അപ്പം അതാത് സ്റ്റേറ്റുകളുടെ ഫീസാണ് എന്നുള്ളത് ഓർമ്മയിലിരിക്കണം.
അപ്പം ജനറൽ അൺറിസർവ്ഡ് ആയതുകൊണ്ടോ OBC ആയതുകൊണ്ടോ EWS ആയതുകൊണ്ടോ SC ആയതുകൊണ്ടോ ST ആയതുകൊണ്ടോ ഫീസിന് ഒരു വ്യത്യാസവുമില്ല. ഒരേ ഫീസാണ് കൊടുക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ ഒരേ ഫീസാണ്. റാങ്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് ഓൾ ഇന്ത്യ കോട്ടയുടെ കാര്യം. ഇനി അതിനകത്ത് തന്നെ നമുക്ക് SC വിഭാഗവും ST വിഭാഗവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം താരതമ്യം അവരുടെ എണ്ണം വളരെ കുറവാണ്. മറ്റതിനനുസരിച്ചുള്ള പോപ്പുലേഷൻ വളരെ കുറവായതുകൊണ്ടും അത് അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ടും അവിടെ നമുക്ക് റാങ്കിങ്ങിൽ വേണമെങ്കിൽ മെച്ചം കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് 1,30,000 വരെ റാങ്കുള്ള SC വിഭാഗത്തിനും 1,60,000 റാങ്ക് വരെയുള്ള ST വിഭാഗത്തിനും ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അതേതാണ്ട് 583 മാർക്ക് അല്ല 548 മാർക്ക് വരെ, ആ റേഞ്ച് വരെയുള്ളവർക്ക് SC വിഭാഗത്തിനും ST വിഭാഗത്തിനും ഓൾ ഇന്ത്യ കോട്ട വഴി ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതാത് സംസ്ഥാനങ്ങളുടെ ഫീസ് അടച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പ്രവേശനം ഉറപ്പാക്കിയിരിക്കുന്നത്. അപ്പം ആ 5 കാറ്റഗറികൾ, അൺറിസർവ്ഡ് വിഭാഗം, OBC വിഭാഗം, EWS വിഭാഗം, SC വിഭാഗം, ST വിഭാഗത്തിൻ്റെ 2024 റാങ്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് എയിംസുകളുടെ കാര്യം നോക്കാം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയുള്ളത്. ഡൽഹി ഉൾപ്പെടെയുള്ള 20 എയിംസ് മെഡിക്കൽ കോളേജുകൾ. ഇവിടുത്തെ ജനറൽ വിഭാഗം അൺറിസർവ്ഡ് വിഭാഗത്തിന് 3700 ഓൾ ഇന്ത്യ റാങ്ക്. നോക്കൂ, എയിംസിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ 2100 സീറ്റുകളുണ്ട് എയിംസിലെല്ലാം കൂടി. എന്നിട്ട് പോലും ലാസ്റ്റ് റാങ്ക് തൊട്ട് 3700 വരെ വന്നിരിക്കുന്നു. എയിംസ് മധുര മാത്രമാണ് അല്പം മാറി നിൽക്കുന്നത്. എയിംസ് മധുര ഒഴിച്ചുള്ള ഒരു എയിംസിൽ കിട്ടണമെങ്കിൽ അൺറിസർവ്ഡ് വിഭാഗമാണെങ്കിൽ 3700 റാങ്ക് ആയിരുന്നു. അത് OBC കാറ്റഗറി വന്നപ്പോഴത്തേക്കും 4700 റാങ്ക്. അവിടെ ഒരു മാർക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം തന്നെ ഉള്ളൂ. ഓൾ ഇന്ത്യ റാങ്ക് 4700 വരെയുള്ളവർക്ക് OBC വിഭാഗത്തിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. EWS വിഭാഗത്തിൽ വരുമ്പോഴത്തേക്കും 5300 റാങ്ക് വരെയുള്ളവർക്ക് ഏതെങ്കിലും ഒരു എയിംസിൽ പ്രവേശനം കിട്ടണം. അപ്പോൾ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ ആ ഒരു എയിംസിൽ കിട്ടണമെങ്കിൽ കോമ്പറ്റീഷൻ വളരെ ഹൈ ആയി എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാവുകയും ചെയ്യും. ഇനി SC വിഭാഗവും ST വിഭാഗവും അത് ഏതാണ്ട് 47,000 റാങ്ക് വരെയുള്ളവർക്ക് SC വിഭാഗം, ഒരു 67,000 റാങ്ക് വരെയുള്ള ST വിഭാഗം, ആ കാറ്റഗറിക്ക് ആ റാങ്ക് വരെയാണ് എയിംസിൽ പ്രവേശനം കിട്ടിയത്. എയിംസിൻ്റെ ഫീസ് സ്ട്രക്ചർ നമുക്കറിയാം. എയിംസിൽ എല്ലാ കാറ്റഗറി ആണെങ്കിലും, അൺറിസർവ്ഡ് ആണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും 5000 രൂപയിൽ താഴെ മാത്രമേ വാർഷിക ഫീസുള്ളൂ. ഹോസ്റ്റലിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നാമമാത്രമായ തുക, ഏതാണ്ട് 500-1000 രൂപ മാത്രമേ അവിടെ ഹോസ്റ്റൽ ഫീസായിട്ട് മേടിക്കുന്നുള്ളൂ. അപ്പം ഈ എല്ലാ കാറ്റഗറികളുടെയും അവിടെയുള്ള ഫീസും തുല്യം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഈ 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും 5 കാറ്റഗറിക്കാരുടെയും ലാസ്റ്റ് റാങ്കാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 3700-നും 4700-നും 5300-നും ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഇവർക്കെല്ലാം ഒരേ ഫീസ് സ്ട്രക്ചറാണ്. ഏതാണ്ട് 5000 രൂപയിൽ താഴെ മാത്രം 3500-3600 രൂപ മാത്രമേ ഉള്ളൂ എയിംസുകളിൽ എല്ലായിടത്തും ഫീസ്. അത് ഈ എല്ലാ കാറ്റഗറികൾക്കും ഒരേ ഫീസാണ് താനും, ഒരു വ്യത്യാസവുമില്ല, ഒരേ ഫീസാണ്. അപ്പം എയിംസിൻ്റെ അവിടെ സാധ്യതകൾ നോക്കുമ്പോഴും ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതും ഈ 2024 നമ്മളത് കണ്ടു കഴിഞ്ഞു. സർ, അതുപോലെ ESI IP കോട്ടയ്ക്ക് 11ഓളം കോളേജുകളുണ്ടല്ലോ. അതെ, ഏതാണ്ട് 468ഓളം MBBS സീറ്റുകളുണ്ട്. അപ്പോൾ അതിനൊരു റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും? ESIയുടെ മെഡിക്കൽ കോളേജുകൾ 11 എണ്ണമാണ്. കേരളത്തിൽ നമ്മുടെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള 11 മെഡിക്കൽ കോളേജുകളിലെ 468ഓളം MBBS സീറ്റുകളാണ്. എല്ലാ കാറ്റഗറികൾക്കും ഒരേ ഫീസാണ്. 24,000 24,000 രൂപയാണ് എല്ലാ കാറ്റഗറികളുടെയും ഫീസ്. അവിടെ ജനറൽ വിഭാഗത്തിന് ഇത്തവണ 54,000 54,000 വരെയുള്ള അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ESI IP കോട്ട വഴി MBBS പ്രവേശനം കിട്ടി. ഇനി ESIയുടെ OBC വിഭാഗമാണെന്നുണ്ടെങ്കിൽ 55,000 റാങ്ക്, തൊട്ടടുത്ത് 55,000 റാങ്കിനാണ് OBC കാറ്റഗറി തീർന്നത്. EWS കാറ്റഗറി വന്നപ്പോഴത്തേക്കും ഏതാണ്ട് 57,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്കാണ് ESI IP കോട്ട വഴി 24,000 രൂപയ്ക്ക് MBBS പ്രവേശനം സാധ്യമായത്. SC വിഭാഗം എത്തിയപ്പോഴേക്കും ഏതാണ്ട് 2,34,000 വരെയുള്ളവർക്ക് ESI IP കോട്ട വഴി, അതുപോലെ ST വിഭാഗത്തിന് ഏതാണ്ട് 6,10,000 വരെയുള്ളവർക്ക് ഈ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടി. ഫീസ് ഘടന എല്ലാവർക്കും തുല്യം തന്നെയായിരുന്നു. ഇതാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ള പ്രധാന സീറ്റുകൾ. ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് MBBS സീറ്റ്, എയിംസ്, ESI കോട്ടകൾ. AFMCയിലുണ്ട്. AFMCയിൽ മറ്റുള്ള കാറ്റഗറി റിസർവേഷൻ ഒന്നുമില്ല. ആകെ 145 സീറ്റുകളാണുള്ളത്. 110 ആൺകുട്ടികളും 35 പെൺകുട്ടികളെയും എടുക്കും. അവിടെ SC ST വിഭാഗത്തിന് 10 സീറ്റുകളുണ്ട്. ഈ 145-ൽ 10 സീറ്റുകൾ എടുക്കും. വേറെ കാറ്റഗറി OBC EWS സംവരണമൊന്നും AFMCയിലില്ല. പിന്നെയുള്ളത് ഡീംഡ് മെഡിക്കൽ കോളേജുകളാണ്. ഡീംഡ് മെഡിക്കൽ കോളേജിലും കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ ഇല്ല.
അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യപ്പെടുന്നത്. പക്ഷേ വളരെ ഉയർന്ന ഫീസാണ്. 18 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെയാണ് വാർഷിക ഫീസ്. അവിടെ നമുക്ക് കാറ്റഗറിക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് യാതൊരുവിധ സീറ്റുകളില്ല. മൈനോറിറ്റി കോട്ടയിൽ ഇപ്പോൾ മുസ്ലിം മൈനോറിറ്റിക്കൊക്കെ അവിടെ സീറ്റുകളുണ്ട്, കുറച്ച് സീറ്റുകളുണ്ട്. ഫീസ് ഘടനയെല്ലാം തന്നെ ഈ 20-22 ലക്ഷം പെർ ഇയർ വരും. സർ, ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയുടെ ഒരു സംവരണം അല്ലെങ്കിൽ റിസർവേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഒട്ടുമിക്കവരും തന്നെ മലയാളികളാണ്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേരളത്തിലൊരു MBBS സീറ്റ് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ എത്തുന്നത് അപ്പം നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിനെല്ലാം തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അഡ്മിഷൻ സമയം ജൂലൈ ആഗസ്റ്റിലാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അല്പം വ്യത്യാസമുണ്ട്. നമ്മൾ നീറ്റാണ് പരീക്ഷ എഴുതുന്നത്. നീറ്റ് വഴി നമുക്ക് ഓൾ ഇന്ത്യ റാങ്കിൽ ലഭ്യമാകും. പക്ഷേ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, 20 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ, ദന്തൽ കോളേജുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദമുള്ള മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ, ഇതിന് നമുക്ക് കേരളത്തിന് പ്രത്യേകമായിട്ട് നമ്മളൊരു അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പരീക്ഷകളൊന്നും കേരളത്തിൻ്റേതായിട്ടൊന്നും എഴുതേണ്ടതില്ല. നീറ്റ് മാത്രം വെച്ചിട്ടാണ് കേരളത്തിലെ ഈ കോളേജുകളിൽ ഈ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ കിട്ടുന്നത്. പക്ഷേ നമ്മൾ കേരള മെഡിക്കലിന് നമ്മൾ അപ്ലൈ ചെയ്യണം. കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമ്മൾ മെഡിക്കൽ എന്ന് പറഞ്ഞ് മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യുകയും ഈ കാറ്റഗറിക്ക് അടിസ്ഥാനത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അത് വില്ലേജ് ഓഫീസറുടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ SC വിഭാഗത്തിനും ST വിഭാഗത്തിനും മാത്രം തഹസീൽദാരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ്. ബാക്കിയുള്ള OBC ആണെങ്കിലും എല്ലാ വിഭാഗമാണെങ്കിലും EWS ഒക്കെ ആണെങ്കിലും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി നോക്കിയിട്ടാണ് നമുക്ക് ആ കാറ്റഗറി അനുവദിച്ച് തരുന്നത് പോലും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓൺലൈൻ അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അഡ്മിഷന് ചെല്ലുമ്പോൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കുകയും ചെയ്യണം. അപ്പം കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നവരെല്ലാവരും സർട്ടിഫിക്കറ്റുകൾ മാർച്ചിൽ തന്നെ മേടിക്കണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി കേരളത്തിലെ സംവരണ രീതി. കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നചുരുക്കമായിട്ടുള്ള സംവരണങ്ങൾ തന്നെയാണ്. പക്ഷേ അത് കൊടുക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ടെന്ന് മാത്രം. ആദ്യത്തേത് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് നമ്മൾ പറയും. 50%. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാറ്റഗറിക്കാരും ഉണ്ടാവും. അവിടെ റാങ്ക് മാത്രമേ നോക്കുകയുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് മെറിറ്റ് ഒന്നും നോക്കുന്നില്ല. റാങ്ക് അടിസ്ഥാനത്തിൽ 50% സീറ്റുകൾ കൊടുക്കും. ബാക്കിയുള്ള മൊത്തം 50% സീറ്റുകളെ ഈഴവ വിഭാഗത്തിന് 9% സംവരണം, മുസ്ലിം വിഭാഗം 8% സംവരണം, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗം 3% സംവരണം, ലാറ്റിൻ കാത്തലിക്സ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ധീവര, വിശ്വകർമ്മ, KU വിഭാഗം, KN വിഭാഗം, അങ്ങനെയാണ് അവിടെ സംവരണം. അവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി SC വിഭാഗം, ST വിഭാഗം, പിന്നെ EWS വിഭാഗം. EWS വില്ലേജ് ഓഫീസിൽ നിന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരു സംവരണം. ഇതാണ് ജാതി അടിസ്ഥാനത്തിലുള്ള ബാക്കിയുള്ള 50% സീറ്റുകളുടെ സംവരണങ്ങൾ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ് തലത്തിലുണ്ട്, സെൽഫ് ഫിനാൻസിങ് തലത്തിലുണ്ട്. ഇവിടെ ഫീസിന് ചില ഘടകങ്ങൾക്കെങ്കിലും ചില കാറ്റഗറിക്കെങ്കിലും ഫീസ് ആനുകൂല്യമുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേ ഫീസാന്ന് പറഞ്ഞെങ്കിലും കേരള അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ SC വിഭാഗം, ST വിഭാഗം, OEC വിഭാഗം, ധീവര വിഭാഗം, രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗം, ഇവർക്കൊന്നും ട്യൂഷൻ ഫീസ് ഇല്ല. ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും ട്യൂഷൻ ഫീസ് ഇല്ല. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും 1 രൂപ പോലും ട്യൂഷൻ ഫീസ് എന്ന ഇനത്തിൽ കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ അവിടെയുള്ള ബാക്കി ചിലവുകൾ, ഹോസ്റ്റല്, ഫുഡ്, അക്കോമഡേഷൻ, സ്പെഷ്യൽ ഫീ ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ ട്യൂഷൻ ഫീയിൽ നിന്ന് ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ആ സർട്ടിഫിക്കറ്റിനനുസരിച്ച് മാത്രമേ ഈ റിസർവേഷനുകൾ അനുവദിക്കുകയുമുള്ളൂ. ഇനി നമുക്കിവിടെ മറ്റ് ധാരാളം സ്പോർട്സ് കോട്ട പോലുള്ള അല്ലെ NCC പോലെയുള്ള ധാരാളം റിസർവേഷനുകളുണ്ട്. അതുകൂടാതെ എടുത്തു പറയേണ്ട റിസർവേഷനാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റും മുസ്ലിം മൈനോറിറ്റി സീറ്റും.
സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് അതുള്ളത്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് 7 മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ 35% MBBS സീറ്റുകൾ ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് 6 മെഡിക്കൽ കോളേജുകളുണ്ട്. ആ 6 മെഡിക്കൽ കോളേജുകളിലെ 35% സീറ്റുകൾ മുസ്ലിം സമുദായത്തിന് മാത്രമേ കൊടുക്കുള്ളൂ. അത് മുസ്ലിം മൈനോറിറ്റി സീറ്റ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. പിന്നെ ഈ 20 മെഡിക്കൽ കോളേജിൽ 15% സീറ്റുകൾ NRI സീറ്റുകളാണ്. 22 ലക്ഷം രൂപ വാർഷിക ഫീസുള്ള NRI സീറ്റുകളാണ്. ഈ NRI സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിലും അതിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ്, അതായത് രക്ഷകർത്താക്കളുടെ സഹോദരങ്ങളോ അവരുടെ മക്കളോ രക്തബന്ധത്തിലുള്ള ഒരു സ്പോൺസർ നമുക്കുണ്ടായിരിക്കണം. ആ സ്പോൺസർഷിപ്പിനുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. 2025 ഡിസംബർ 31 വരെയുള്ള വിസ, അതുപോലെ തന്നെ പാസ്പോർട്ട്, ബന്ധം കാണിക്കുന്ന രേഖ, സത്യവാങ്മൂലം, NRI സർട്ടിഫിക്കറ്റ്, ഇവയൊക്കെ നമ്മൾ കീമിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. NRI സീറ്റ് നമുക്ക് ലഭ്യമാകണമെങ്കിൽ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ NRIക്ക് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. പക്ഷേ പരീക്ഷ എഴുതി നല്ല റാങ്ക് കിട്ടിയാൽ NRIക്ക് ഓപ്ഷൻ കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടും, അല്ലെ സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടും. പക്ഷേ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സർ, അതുപോലെ കേരളത്തിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ തീർച്ചയായിട്ടും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ കേരളത്തിൽ എത്രത്തോളമാണ് ഫീസ് ഘടന വരുന്നത് റിസർവേഷൻ അടിസ്ഥാനത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും സാർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാം. ഇപ്പം നമുക്ക് ഇവിടെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണുള്ളതെന്ന് പറഞ്ഞു. ഈ 12 മെഡിക്കൽ കോളേജുകളിലായിട്ട് 1750 MBBS സീറ്റുകളാണുള്ളത്. അതിൽ 15% സീറ്റുകൾ, ഏതാണ്ട് 268 സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയ്ക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സീറ്റുകളിലാണ് സംവരണങ്ങൾ അടിസ്ഥാനത്തിൽ അതിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റിൽ പോകും. ബാക്കിയുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞതനുസരിച്ച് ഓരോ കാറ്റഗറിക്കായിട്ട് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഓരോ കോളേജിലും ഈ പറഞ്ഞ കാറ്റഗറിക്കെല്ലാം ഇത്ര സീറ്റുകൾ നിന്ന് മാറ്റി വെച്ചിരിക്കുകയല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈഴവയ്ക്ക് ഇത്ര സീറ്റ്, ഈഴവ 9% ഉണ്ടാവണം, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്ര സംവരണം, അങ്ങനെയല്ല. മൊത്തമുള്ള ഗവൺമെൻറ് സീറ്റുകളിലാണ് ഈ റിസർവേഷൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റുകാരായിരിക്കും കൂടുതൽ, ചില മെഡിക്കൽ കോളേജുകളിൽ റിസർവേഷൻ കാറ്റഗറി ആയിരിക്കും കൂടുതൽ വരുന്നതെന്നുള്ള ഒരു ഫ്ലോട്ടിങ്ങിൻ്റെ ഒരു സിസ്റ്റം കേരളത്തിലുണ്ട്. ഇനി കേരളത്തിൽ നമുക്കിപ്പം ലാസ്റ്റ് റാങ്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കേരള മെഡിക്കൽ റാങ്ക് 950 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് കഴിഞ്ഞ തവണ 3ാമത്തെ അലോട്ട്മെൻറ്റിൽ ലഭിച്ചത്. അതായത് 676 675 മാർക്ക് വരെയുള്ളവർക്കാണ് റിസർവേഷൻ ഒന്നും നോക്കാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റ് കിട്ടിയത്, MBBS സീറ്റ് കിട്ടിയത്. 23,600 രൂപയായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ് MBBSൻ്റെ ഫീസ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 950 വരെ കേരള മെഡിക്കൽ റാങ്ക് ആണെങ്കിൽ 20 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുടെ 50% മെറിറ്റ് വന്നപ്പോഴേക്കും കേരള മെഡിക്കൽ റാങ്ക് 10,095 ആ റാങ്ക് വരെയുള്ളവർക്കാണ് കേരള മെഡിക്കൽ റാങ്ക് 10,095 വരെയുള്ളവർക്കാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റ് കിട്ടിയത്. അവിടെ കോളേജുകൾ അനുസരിച്ച് അല്പ ഫീസിന് വ്യത്യാസമുണ്ട്. എന്നാലും ഏകദേശം ഏതാണ്ട് 8,20,000 ഒക്കെ വെച്ചാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ ഓരോ കുട്ടികൾക്കും ട്യൂഷൻ ഫീസ് ഇനത്തിൽ മേടിച്ചിരിക്കുന്നത്. അത് ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി. ഇനി 9% ഈഴവ റിസർവേഷൻ്റെ കാര്യം. ഗവൺമെൻറ് കോളേജുകളിൽ 2,481, അപ്പോൾ 2,500 എന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. 2,500 വരെയുള്ള ഈഴവ റിസർവേഷൻ അനുസരിച്ചാണ് ഈഴവ കാറ്റഗറിയിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയത്. ഫീസ് ഇത് തന്നെ 23,600 തന്നെയാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഈ പറഞ്ഞ 9% സീറ്റുകളുണ്ട്. 8,20,000 തന്നെയാണ് ഫീസ്. ഏതാണ്ട് 10,510. ജനറലിൽ നമ്മൾ 10,095 എന്ന് പറഞ്ഞു. ഈഴവ റിസർവേഷന് 10,500 വരെയുള്ളവർക്കാണ് ഈഴവ റിസർവേഷൻ അനുസരിച്ച് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഫീസ് 8,20,000 തന്നെ. ഇനി നമുക്ക് മുസ്ലിം വിഭാഗത്തിലൂടെ MU കാറ്റഗറിയിലോട്ട് നോക്കാം. 12 ഗവൺമെൻറ് കോളേജുകളിൽ 8% നോൺ ക്രിമിലെയർ സമർപ്പിച്ച മുസ്ലിം വിഭാഗത്തിന് ഏതാണ്ട് 1,700 1,750 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്കാണ് തേർഡ് റൗണ്ടിൽ സീറ്റ് കിട്ടിയത്. പക്ഷേ സ്ട്രേ വേക്കൻസി വന്നപ്പോഴത്തേക്കും കുറേ അധികം സീറ്റുകൾ ഒഴിവുണ്ടായിരുന്നുകൊണ്ട് അതും 2,500 റാങ്ക് വരെയുള്ളവർക്ക് സീറ്റ് പ്രവേശനം കിട്ടിയിട്ടുണ്ട്.
23,600 അതേ ഫീസ് തന്നെയാണ്. സെൽഫ് ഫിനാൻസിങ് വന്നപ്പോഴേക്കും നമുക്കറിയാം ഈ 20 കോളേജുകളിൽ 6 കോളേജുകൾ മൈനോറിറ്റി സീറ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏതാണ്ട് 12,000 റാങ്ക് വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ 8,20,000 റേഞ്ചിൽ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ഇനി 3% സംവരണമാണ് ലാറ്റിൻ കാത്തലിസ് വിഭാഗത്തിന് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലാറ്റിൻ കാത്തലിസ് എന്നുള്ളത് എൻട്രൻസ് കമ്മീഷൻ തിരിച്ചറിയുന്നത്? നമ്മൾ സമർപ്പിച്ച നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ ഒന്നെങ്കിൽ ഈഴവാന്നുണ്ടായിരുന്നു, അല്ലെ മുസ്ലിം എന്നുണ്ടായിരുന്നു, അല്ലെ ലാറ്റിൻ കാത്തലിസ് എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ റിസർവേഷൻ തിരിച്ചറിയുന്നത്. ഏതൊക്കെ കാറ്റഗറിയിലാണ് വിടുന്നത്. അപ്പം ലാറ്റിൻ കാത്തലിസിന് LA എന്ന സംവരണത്തിൽ 3,100 കേരള മെഡിക്കൽ റാങ്ക് വരെയാണ് ഗവൺമെൻറ് സീറ്റുകൾ കിട്ടിയിരിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വന്നപ്പോഴത്തേക്കും അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിനും ലാറ്റിൻ കാത്തലിസിനും മൈനോറിറ്റി സീറ്റുകളുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജ് വന്നപ്പോൾ ഏതാണ്ട് 13,192 ലാറ്റിൻ കാത്തലിസിന് വരെ 3rd റൗണ്ടിൽ MBBS സീറ്റ് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8,20,000 ആ റേഞ്ചിൽ തന്നെ ഫീസ്. ഗവൺമെൻറ് കോളേജുകളിൽ 23,000 ഫീസ്, 3,100 വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ഇനി ധീവര വിഭാഗം OBC നോൺ ക്രിമിനൽ തന്നെയാണ് സമർപ്പിച്ചത്. പക്ഷേ ധീവര വിഭാഗത്തിൻ്റെ ഗുണം എന്താണ്? അവർക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഓരോ കുട്ടികളും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഗവൺമെൻറ് കോളേജും സ്വകാര്യ മെഡിക്കൽ കോളേജും ഇടകലർത്തി വെക്കും. അതുകൊണ്ട് 8,400 വരെയുള്ളവർക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ട്യൂഷൻ ഫീസ് ഇല്ല. 11,228 കേരള മെഡിക്കൽ റാങ്ക് വരെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റും കിട്ടിയിട്ടുണ്ട്. ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ചിലവായിട്ട് ഏതാണ്ട് 2 ലക്ഷം അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ അവർ വർഷം തോറും ഹോസ്റ്റൽ ഫീസ് ഇനത്തിലൊക്കെ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ ട്യൂഷൻ ഫീസ് 8,20,000 നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റാണ് അവർക്ക് വേണ്ടിയിട്ട് അടയ്ക്കുന്നത്. ഇനി വിശ്വകർമ്മ വിഭാഗം. വിശ്വകർമ്മ വിഭാഗത്തിനും ഫീസിന് വ്യത്യാസമില്ല. ഫീസ് അടയ്ക്കണം. ഏതാണ്ട് 2,190 വരെയുള്ള VK എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട് 23,600. സെൽഫ് ഫിനാൻസിങ് മേഖലയിലോട്ട് വന്നപ്പോൾ ഏതാണ്ട് 12,854 കേരള മെഡിക്കൽ റാങ്ക് വരെ ഫീസ് അടച്ചുകൊണ്ട് തന്നെ 8,20,000 അടച്ചുകൊണ്ട് തന്നെയുള്ള സെൽഫ് ഫിനാൻസിങ് MBBS വിശ്വകർമ്മ കാറ്റഗറിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി BH കാറ്റഗറി ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ ഒരു 90% OEC വിഭാഗത്തിൽ വരുന്നതാണ്. ആ OEC വിഭാഗമാണ് വരുന്നതെങ്കിൽ അവർക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ആനുവൽ ഫാമിലി ഇൻകം 6 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അപ്പോൾ 6 ലക്ഷത്തിൽ താഴെയുള്ള OEC വിഭാഗത്തിന് ട്യൂഷൻ ഫീസ് അടയ്ക്കണ്ട. പക്ഷേ അവർക്ക് സീറ്റ് കിട്ടിയത് എന്തുകൊണ്ടാണ്? BH ആയതുകൊണ്ടാണ്. BH എന്ന കാറ്റഗറി, അത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതുകൊണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിലെ 2,200 റാങ്ക് വരെ ഉള്ളവർക്ക് BH കാറ്റഗറിയിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 10,157 കേരള മെഡിക്കൽ റാങ്ക് വരെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റും കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ 10,095 ജനറൽ വിഭാഗത്തിന് തീർന്നിരിക്കുന്നത്. ഈഴവ റിസർവേഷനൊക്കെ അടുത്തടുത്ത റാങ്കുകളിൽ തന്നെയാണ് ലാസ്റ്റ് റാങ്ക് തീർന്നിരിക്കുന്നത്. ഇനി ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗം. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗത്തിലും ചില കമ്മ്യൂണിറ്റികൾ OEC വിഭാഗത്തിൽ വരും. അവർക്കും 6 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. BX കാറ്റഗറിയിൽ നമുക്കറിയാം വളരെ ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് ഏതാണ്ട് 4,000 വരെയുള്ളവർക്ക് കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയിട്ടുണ്ട്. 12,000 വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളും കിട്ടിയിട്ടുണ്ട്. ഇനി EWS കാറ്റഗറി. ഈ EWS കാറ്റഗറി വില്ലേജ് ഓഫീസ് എന്നുള്ള EWS ആണ് നമ്മൾ കേരള മെഡിക്കലിന് അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലോഡ് ചെയ്തപ്പം 3,320 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 16,000 റാങ്ക് വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഫീസുണ്ട്. EWS കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫീസ് കുറവില്ല. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 23,600 അടക്കണം. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ 8 ലക്ഷത്തിനടുത്തുള്ള ആ ഫീസ് അടച്ച് തന്നെയാണ് അവർ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. 16,500 അടുത്ത റാങ്ക് വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി SC വിഭാഗവും ST വിഭാഗവും. ഈ SC വിഭാഗവും ST വിഭാഗത്തിനും തഹസീൽദാരെന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമ്പോൾ. രണ്ടിനും ഒന്ന് തന്നെ. നീറ്റിനും കേരളയ്ക്കും ഒരേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇവർക്കും ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കിയുള്ള ചിലവുകൾ മാത്രം അടച്ചാൽ മതിയാകും. SC വിഭാഗം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയതുകൊണ്ട് ഇവരെല്ലാം ഗവൺമെൻറ് കോളേജും സെൽഫ് ഫിനാൻസിങ് കോളേജും ഇടകലർത്തി വെക്കും അവർക്ക് പോകാനൊക്കെയുള്ള എളുപ്പത്തിന്. അതുകൊണ്ട് ഗവൺമെൻറ് കോളേജ് എനിക്ക് തോന്നുന്നു 14,000 വരെയുള്ളവർക്ക് SC വിഭാഗത്തിൽ ഗവൺമെൻറ് കോളേജ് കിട്ടിയിട്ടുണ്ട്. 16,000 വരെ റാങ്ക് ഉള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജും കിട്ടിയിട്ടുണ്ട്. ഇനി ST വിഭാഗത്തിലോട്ട് വരുമ്പോഴേക്കും
ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം ST വിഭാഗത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 22,000 റാങ്ക് വരെയുള്ളവർക്ക് ഗവൺമെൻറ് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. 25,000 റാങ്ക് വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് കേരളത്തിൻ്റെ ഒരു കാറ്റഗറി വെച്ചിട്ടുള്ള ലാസ്റ്റ് റാങ്കും അവയുടെ ഫീസ് സ്ട്രക്ചറുകളും. ഇനി ഇതല്ലാതെ നമ്മൾ പറഞ്ഞല്ലോ ധാരാളം റിസർവേഷനുകൾ. ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകൾ, ഈ 7 കോളേജുകളിലെ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളുണ്ട്. ഫീസ് ഘടനയ്ക്ക് വ്യത്യാസമില്ല. ഫീസ് ഈ 8,20,000 തന്നെയാണ് ഫീസ്. ഈ 7 കോളേജുകളിലെ ക്രിസ്ത്യൻ മൈനോറിറ്റി അനുസരിച്ചുള്ള ലാസ്റ്റ് റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 13,000 അടുത്ത് വരെ 12,940 വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് പ്രവേശനം കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന്. മുസ്ലിം വിഭാഗത്തിന് ഏതാണ്ട് 12,100 വരെയുള്ളവർക്ക് മുസ്ലിം കോളേജുകളിൽ മൈനോറിറ്റി അടിസ്ഥാനത്തിൽ അവിടെ ആ മൈനോറിറ്റി സീറ്റ് എന്ന് പറയുമ്പോൾ നോൺ ക്രിമിലെയർ വേണ്ട, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും മതിയാകും. ക്രിമിലെയർ വിഭാഗമാണെങ്കിൽ മൈനോറിറ്റി സീറ്റ് കിട്ടും. അങ്ങനെ മുസ്ലിം കോളേജുകളിൽ 12,160 വരെയുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ 15% NRI സീറ്റുകൾ 22 ലക്ഷം രൂപ. അതിന് ഈ കാറ്റഗറി ഒന്നും നോക്കില്ല, ഏത് കാറ്റഗറിക്കാർക്കും അപ്ലൈ ചെയ്യാം. SC ആണെങ്കിലും ST ആണെങ്കിലും ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെങ്കിലും OEC ആണെങ്കിലും വിശ്വകർമ്മയാണെങ്കിലും ഒക്കെ അവർക്ക് ഈ NRI സ്പോൺസർഷിപ്പ് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ഈ NRI സീറ്റിന് അപ്ലൈ ചെയ്യാം. അവർക്കെല്ലാവർക്കും ഫീസുണ്ട്. 22 ലക്ഷം രൂപയാണ് ഫീസ്. അവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. OEC ആണെന്ന് വിചാരിച്ച് ഫീസിൽ നിന്ന് NRIക്ക് കൊടുത്താൽ അവർ ഫീസ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതേതാണ്ട് 223 മാർക്ക് വരെ, അതായത് 33,000 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്കും ഈ NRI സീറ്റിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അതാണ് MBBSൻ്റെ കേരളത്തിൻ്റെ ഒരു കാറ്റഗറി വെച്ചിട്ടുള്ള റാങ്കും മാർക്കും അതിനനുസരിച്ചുള്ള ഫീസ് ഘടനയും. ഇന്നത്തെ ശിവൻ സാറിനൊപ്പം നമ്മൾ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പരാമർശിച്ചത് കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പത്തിനടിയിൽ വന്നൊരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒരു മനോഭാവത്തിലോട്ട് പോകരുതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. മറ്റൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് പോകരുതെന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. കുട്ടികളിൽ രക്ഷകർത്താക്കളാണെങ്കിലും അങ്ങനെ ഒരു കാര്യം കുട്ടികളുമായിട്ട് നമ്മൾ അങ്ങനെ ഒരു റിസർവേഷൻ ഇല്ലാത്തതിൻ്റെ കാര്യത്തിലാണ് നിനക്ക് അർഹതപ്പെട്ട സീറ്റ് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു മെസ്സേജ് ഒരിക്കലും നമ്മൾ ആ കുരുന്നു മനസ്സുകളിൽ നമ്മൾ നിറയ്ക്കാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് കീപ്പ് ചെയ്ത് വളരെ ഫോക്കസ് ചെയ്ത് നമുക്ക് പോവുകയാണെങ്കിൽ ഏത് സീറ്റും നമുക്ക് പ്രാപ്യമല്ലേ. എയിംസ് ഡൽഹിയിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ലേ, ജിപ്മറിൽ പഠിക്കുന്നില്ലേ, ഓൾ ഇന്ത്യ കോട്ട വഴി പഠിക്കുന്നില്ലേ. അപ്പം സീറ്റ് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം അതിന് മറ്റൊരാൾ ഒരിക്കലും മാർഗതടസ്സമല്ല. അത് ഒരു ഒഴിവുകഴിവുകൾ മാത്രമാണ്. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇനിയുമുണ്ട്. നീറ്റിന് 6 മാസക്കാലം സമയമുണ്ട്. കൃത്യമായ പ്ലാനുകൾ, കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞു പോയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, NCERT പഠനങ്ങൾ, ഇതിലൂടെ നമുക്ക് ഏത് ഇതും എയിംസ് ഡൽഹിയിൽ നിന്നല്ല ഏത് സീറ്റും ഇനിയാണെങ്കിലും ഒന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം നീറ്റ് എപ്പോഴും ആ രീതിയിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ലക്ഷ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഉറച്ച വിശ്വാസം അതുണ്ടാവണം. അത് നെഗറ്റീവിലോട്ട് പോകുന്ന ഒരു ഘടകവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറ്റ് സൈദ്ധാന്തികപരമായ കാര്യങ്ങളിലോട്ടൊന്നും കടക്കാനുള്ള കഴിവ് നമുക്കുമില്ല, അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശിവൻ സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടാവണം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകണം. ഇനി സമയവുമുണ്ട് താനും. യെസ്. അപ്പോൾ നീറ്റ് 2025 ശിവൻ സാർ പറഞ്ഞ പോലെ ഇനി നമ്മുടെ മുമ്പിൽ 6 മാസമുണ്ടെങ്കിൽ ഈ 6 മാസം എങ്ങനെ വിജയത്തിലേക്ക് എത്താമെന്നുള്ള ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. മറ്റ് പല കാര്യങ്ങളുമൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ കടന്നു പോയിരിക്കാം, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. ലക്ഷ്യമുറച്ചതാണ് എന്ന തീരുമാനത്തോടുകൂടി തന്നെ മുന്നിലേക്ക് പോയാൽ നീറ്റ് 2025 ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.